പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് നമസ്കാരം. ഓഹരിയിലൂടെ ധനം നേടാൻ മുഹൂർത്ത വ്യാപാരം, അതുപോലെ തന്നെ IPO കഴിഞ്ഞ് വിലയിടിഞ്ഞിരിക്കുന്ന കമ്പനികൾ, ബോണസ് ഇങ്ങനെയുള്ള വാങ്ങിവെച്ച് നമുക്ക് ലാഭം നേടുന്നതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ദീപാവലി ഇന്ത്യയിൽ മൊത്തം ആഘോഷിക്കുന്നൊരു ആഘോഷമാണ്. അതിൻ്റെ ഐതിഹ്യം പറഞ്ഞ് ശ്രീരാമൻ രാവണനെ ജയിച്ചിട്ട് വിജയശ്രീലാളനായിട്ട് അയോധ്യയിൽ വന്ന ദിവസം ജനങ്ങളെല്ലാം ദീപങ്ങൾ കൊളുത്തി വെച്ച് ആഘോഷിച്ചു എന്നാണ്. ഇന്ത്യയിൽ എല്ലായിടത്തും പല ഐതിഹ്യത്തിൻ്റെ പേരിലാണെങ്കിലും ദീപാവലി ആഘോഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ഷെയർ മാർക്കറ്റിൽ അന്നത്തെ മുഹൂർത്ത വ്യാപാര ദിവസം ഷെയർ മേടിച്ചു വെക്കുകയാണെങ്കിൽ ആ വർഷം നമുക്ക് നല്ല സാമ്പത്തിക നേട്ടം കൈവരുമെന്നും അതിൽ പങ്കെടുക്കുന്നവർക്ക് തൊട്ടതെല്ലാം പൊന്നാകുമെന്നുമുള്ള വിശ്വാസം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ധാരാളം പേര് അന്നത്തെ ദിവസം സമ്മാനങ്ങളായിട്ട്, ദീപാവലി സമ്മാനങ്ങളായിട്ട് പലതും കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. മധുരപലഹാരങ്ങൾ, വസ്ത്രം, സ്വർണം, ഇതിലൊക്കെ പല രൂപത്തിൽ ഇപ്പോൾ ഷെയറായിട്ട് വാങ്ങിച്ചു വേണമെങ്കിലും ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് ഒക്കെ കൊടുക്കാം. ഭാര്യയ്ക്കോ കുട്ടികൾക്കോ ആർക്ക് വേണമെങ്കിലും നമ്മൾക്ക് അത് ഷെയറായിട്ട് വേണമെങ്കിലും വാങ്ങിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഗോൾഡ് കോയിനായിട്ടും വാങ്ങിച്ചു കൊടുക്കാം. ഗോൾഡായിട്ടും ഡിജിറ്റൽ ഗോൾഡായിട്ടും വാങ്ങിച്ചു കൊടുക്കാം. ഇങ്ങനെയുള്ള ഇതിൽ മുഹൂർത്ത വ്യാപാരത്തിൻ്റെ സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. അതിൽ 1-2 കമ്പനികൾ നിങ്ങളുടെ സ്വന്തം ഇതിന് പ്രകാരം അത് പഠനം നടത്തേണ്ടതാണ്. അങ്ങനെ പഠനം നടത്തിയിട്ട് കണ്ടുപിടിക്കുന്നത്. ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം. കോട്ടക് മഹീന്ദ്ര ബാങ്ക് എന്ന് പറയുന്നത് 1637 മുതൽ 2000 രൂപ വരെ ടാർഗറ്റ് പറഞ്ഞിരിക്കുന്ന ഗ്രൂപ്പാണ്. അതിൻ്റെ 2200 ഒക്കെ വരുന്ന സാധ്യതയുണ്ട്. ഇന്നത്തെ വില എന്ന് പറയുന്നത് 1827 രൂപയാണ്. ഇന്നാണെങ്കിലും 10-20 രൂപയോളം വില വർധനമാണ് അതിന് കാണിച്ചത്. അത് നമ്മൾ ടാർഗറ്റ് ഇട്ട് വാങ്ങി വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ യൂണിലിവറിന് നമുക്കറിയാം ഇഷ്ടം പോലെ ഉൽപ്പന്നങ്ങളുണ്ട്. ബ്രിട്ടീഷ് കമ്പനിയായ യൂണിലിവറിൻ്റെ ഇന്ത്യനിലെ യൂണിറ്റുകളാണ് HUL, ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്ന് പറയുന്നത്. അവ നമ്മൾ വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് അവർക്ക് ഒത്തിരി ഉൽപ്പന്നങ്ങളുണ്ട്. നമുക്കറിയാം സോപ്പ് തൊട്ട് പല ഉൽപ്പന്നങ്ങളും, സൗന്ദര്യവസ്തുക്കളും, എണ്ണകളും, ഇതെല്ലാം ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റേതായിട്ടുണ്ട്. നമുക്ക് മാർക്കറ്റിൽ ചെന്ന് നോക്കുമ്പം ഒത്തിരി ഉൽപ്പന്നങ്ങൾ കാണും. അവ ചെറുകിട കമ്പനികൾ അവർ ഏറ്റെടുത്ത് അവരുടെ ബ്രാൻഡിൽ വിൽക്കുന്നുമുണ്ട്, ആ പ്രൊഡക്റ്റ് ഇറക്കുന്നുമുണ്ട്. അങ്ങനെ അവർക്ക് നമുക്ക് നല്ല ലാഭമുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനെ ഈ ലിസ്റ്റിൽ വേണമെങ്കിൽ പെടുത്താവുന്നതാണ്. നിങ്ങൾ കൂടുതൽ പഠനം നടത്തുക. അതുപോലെ തന്നെ റിലയൻസിനും ഉൽപ്പന്നങ്ങൾ ഒത്തിരി ഉണ്ട്. അവരുടെയും കമ്പനി 2000 രൂപയ്ക്ക് എടുക്കാൻ 2200 രൂപയ്ക്ക് എടുക്കുക. ബോണസ് അതിന് മുമ്പ് വന്നിരിക്കും. അല്ലെങ്കിൽ ബോണസ് വരുന്നതിന് മുമ്പാണെങ്കിൽ നമുക്ക് എടുക്കാം. ബോണസ് വന്നാൽ വിലയിടിഞ്ഞ് ആ വിലയിടിയിൽ കൂടുതൽ ഓഹരികൾ നമുക്ക് ബോണസിൻ്റെ ഈ ദീപാവലി മുഹൂർത്ത വ്യാപാരത്തിന് എടുക്കാവുന്നതാണ്. ഇങ്ങനെ നിരവധി കമ്പനികളിൽ നമ്മൾ കുറച്ച് പഠനം നടത്തിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഉപദേശപ്രകാരം, നമ്മുടെ ബ്രോക്കറുടെ ഉപദേശപ്രകാരം കരുതി വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ IPO വന്നിട്ട് ഇപ്പോൾ വിലയിടിഞ്ഞ് നിൽക്കുന്ന കമ്പനികൾ, നമ്മൾ ബജാജ് ഹൗസിംഗ് ഫൈനാൻസ് പോലുള്ള നമുക്ക് മോഹവില നമ്മൾ 70 രൂപയ്ക്ക് നമ്മൾ അപ്ലൈ ചെയ്തു, കിട്ടിയില്ല. നമുക്ക് വാശിയായി, നമുക്ക് അത് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. ഇവിടുത്തെ 140 രൂപയ്ക്ക് അത് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പലരും ഇനിയും വില കൂടും എന്നുള്ള പ്രതീക്ഷയെല്ലാം വാങ്ങിച്ചു. അതുപോലെ തന്നെ അവരുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഷെയർ മാർക്കറ്റ് കൂടി നിന്നപ്പം അത് 140 എന്നുള്ള 175 രൂപ വരെ വർദ്ധിച്ചുകൊണ്ടേയിരുന്നിട്ട് ഇപ്പോഴത്തെ ഷെയർ മാർക്കറ്റിൽ ഇന്നത്തെ ദിവസം അതിൻ്റെ വില ഇടിഞ്ഞ് 135 രൂപ റേഞ്ചിലോട്ട് താണു. 130-135 ഒക്കെ ആയിട്ട്. കഴിഞ്ഞ ദിവസം അത് 20% വില ഇടിഞ്ഞിരുന്നു. ബാക്കി ഇപ്പോഴും വില ഇടിഞ്ഞ് അത് നമുക്ക് 120, 105, 110 അവരുടെ മൂല്യം നിശ്ചയിച്ചിരിക്കുന്നത്. അത് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അത് 110 എന്നുള്ള HSBC എന്ന കമ്പനിയുടെ വിലയെക്കുറിച്ച് പഠനം നടത്തി അതിൻ്റെ മൂല്യം നിർണ്ണയിക്കുന്ന ഗ്രൂപ്പാണ്. അവർ പറഞ്ഞിരിക്കുന്നത് 110 രൂപയാണ് അതിന് യഥാർത്ഥത്തിൽ മൂല്യം ഉള്ളത്. 70 രൂപ തുടങ്ങിയാലും 110 രൂപ മൂല്യമുണ്ട്. അതിൽ കൂടുതൽ മേടിച്ചു കഴിഞ്ഞാൽ ഓവർ വാല്യുവേഷനാണ്. അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നഷ്ടം വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത്. ഏതായാലും ഷെയർ മാർക്കറ്റ് കൊതിക്കുകയാണെങ്കിൽ അവ നമ്മൾ മുഹൂർത്ത വ്യാപാരത്തിനോ അല്ലെങ്കിൽ അതിന് മുമ്പോ നമുക്ക് ന്യായമായ വിലയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ലാഭം കിട്ടും എന്ന പ്രതീക്ഷയുണ്ടെങ്കിൽ, കാത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തിയിട്ട് ആ ഷെയറും നമുക്ക് കരുതി വെക്കാവുന്നതാണ്. ഇനി നമുക്ക് ബോണസ് വരുന്ന 1-2 കമ്പനികളുണ്ട്. ബജാജ് സ്റ്റീൽ 3333 രൂപ ബോണസ് 3:1 റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. നമ്മൾ പിന്നെ ഉള്ളത്
പവർമെക്റ്റ് ആണ്. പവർമെക്റ്റിന് 6360 രൂപയാണ്. ബോണസ് 1:1 ആണ്. 8 ഒക്ടോബറാണ്. കൂടുതൽ വിവരങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം. ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ പഠനം നടത്തിയിട്ട് വേണം നിങ്ങൾ വാങ്ങാൻ. ഇതൊരു ഉപദേശമല്ല.